ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ വാർത്തകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ തൻ്റെ കേസിന് പിന്നാലെയുണ്ട് എന്നുള്ളതാണ്. തനിക്കെതിരെയുള്ള കേസുകൾ വേഗത്തിലാക്കണം എന്നുള്ള ഒരാവശ്യമാണ് രാഹുൽ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ബോധിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില കൗണ്ടർ പരാതികൾ കൂടി രാഹുൽ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കൗണ്ടർ പരാതികളിൽ കൂടി നടപടികൾ വേഗത്തിലാക്കുകയും വേണം. മാത്രവുമല്ല, തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും താൻ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ താൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മോശമായി പെരുമാറി ദുരനുഭവം നേരിട്ടു എന്നൊക്കെ വിളമ്പിയ വ്യക്തി സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും തനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച വ്യക്തി കേരളത്തിലെ കേരള പോലീസ് അവരെ നേരിട്ടപ്പോൾ അവരോടുമായി കേസ് പരാതി നൽകണം, ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് നൽകണം, നിങ്ങൾ പരാതിക്കാരി ആവണം, നിങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്ത വ്യക്തിക്കെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പരാതി കൂടി നൽകിയിരിക്കുകയാണ്. തനിക്ക് നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ ആള് പക്ഷേ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് തനിക്ക് നിയമപരമായി മുന്നോട്ട് പോകണമെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടം പരാതി നൽകിയിരിക്കുക. അവർ എന്ന് പറയുമ്പോൾ ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. റിനി ആൻഡ് ജോർജിനെതിരെ രാഹുൽ മാങ്കൂട്ടം പരാതി നൽകിയിരിക്കുന്നു. കാരണം റിനിയുടേത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചുവെന്നും റിനി ആൻഡ് ജോർജ് അതുകൊണ്ടാണ് തനിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാതെ മാധ്യമങ്ങളിലൂടെ വെറുതെ കുരച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. മാത്രവുമല്ല, ഈ താൻ അപമര്യാദയായി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അപമര്യാദയായി പെരുമാറി എന്നാണല്ലോ റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. പക്ഷേ അത് കഴിഞ്ഞും റിനി ആൻഡ് ജോർജ് നിരന്തരമായി താനുമായി ബന്ധം കാത്തു സൂക്ഷിക്കുകയായിരുന്നു എന്നുള്ള തെളിവുകളും രാഹുലിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യ കൂടിക്കാഴ്ച തന്നെ ഒരു ബാഡ് ഇംപ്രഷൻ ആയിരുന്നുവെങ്കിൽ, മോശം അനുഭവമായിരുന്നുവെങ്കിൽ, അത് കഴിഞ്ഞും താനുമായിട്ട് എന്തിനാണ് ഈ നിരന്തരമായ സമ്പർക്കം വെച്ച് പുലർത്തിയത്? തന്നെ കാണാൻ താൻ എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നെ വന്ന് കണ്ടത് എന്തിനാണ് എന്നുള്ളതാണ് രാഹുലിൻ്റെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ വലിയ ഒരു അന്വേഷണം വേണം. തന്നെ വ്യക്തിഹത്യ നടത്താനും തന്നെ തേജോവധം നടത്താനും തൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനും വേണ്ടിയാണ് ഈ കളിയൊക്കെ കളിച്ചത് എന്നുള്ളതാണ് രാഹുലിൻ്റെ വാദം. എന്താണെങ്കിലും രാഹുൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ ഡയറക്റ്റ് സെക്രട്ടേറിയറ്റിൽ ചെന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ട് ആഭ്യന്തരമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും തൻ്റെ പരാതി ഡയറക്റ്റ് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടിലല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വിട്ടത് രാഹുലല്ല. പക്ഷേ രാഹുൽ സെക്രട്ടേറിയറ്റിൽ ചെന്നും രാഹുൽ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ കണ്ടതും അവിടെ നിന്ന് മറ്റു പല കോൺഗ്രസ് നേതാക്കളുമായി കണ്ടതും അവരുമായി സംസാരിച്ചതുമൊക്കെ ആയ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാഹുലുമായി അടുത്ത മറ്റൊരു വ്യക്തിയാണ് ഇത്തരത്തിൽ തനിക്കെതിരെയുള്ള കേസുകൾ വേഗത്തിലാക്കണമെന്നുള്ള ഒരു ആവശ്യം രാഹുൽ മുന്നോട്ട് വെക്കാൻ രാഹുൽ അക്ഷരാർത്ഥത്തിൽ പോയിരിക്കുന്നത് ഈ പരാതി നൽകാനാണ്. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു പരാതി നൽകുവാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയിരിക്കുന്നത്. കൂട്ടത്തിൽ തനിക്കെതിരെയുള്ള പരാതികളിൽ ഒരു നടപടികൾ ഒന്ന് ഫാസ്റ്റാക്കണം, ഇങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകുന്ന നടപടികളാകരുത് എന്നുള്ളതാണ് രാഹുലിൻ്റെ ആവശ്യം. അത് രാഹുലിന് അയാളുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. അയാൾ ഈ പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഈ വേട്ട തുടങ്ങിയ നിമിഷം രാഹുൽ പറഞ്ഞ താൻ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആ കാര്യം അത് അയാൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് കോടതി നടപടികൾ വല്ലാതെ വൈകിപ്പിക്കാതെ എത്രയും വേഗത്തിലാക്കിയാൽ കോടതി വിധി തനിക്ക് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് രാഹുലിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സ്പീഡ് ഉണ്ടാക്കണം, ഒരു പെട്ടെന്ന് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള ഒരു വാദം രാഹുൽ അല്ലെങ്കിൽ ഒരു ആവശ്യം രാഹുൽ ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കളി
ഒന്ന് മാറി തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പല കാര്യങ്ങളിലും പിണറായി വിജയൻ അവസാനം തിടുക്കപ്പെട്ട് അവസാനിപ്പിച്ച പല കേസുകളും റീഓപ്പൺ ചെയ്ത് അത് അന്വേഷിച്ച് അതിൻ്റെ ആളുകളെ കണ്ടുപിടിച്ച് കോടതിക്ക് മുന്നിൽ എത്തിക്കുന്ന, നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന പണികൾ തുടങ്ങിയത്. അതിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ, അതായത് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി കൊണ്ടടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടകളെ, പിണറായി വിജയൻ്റെ ഗുണ്ടകളെ കുറിച്ച് പിണറായി വിജയൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് ആ ഗുണ്ടകളെ പൂട്ടി. മനസ്സിലായില്ലേ? ആ ഗുണ്ടകളെ പൂട്ടിയതിന് തൊട്ടു പിന്നാലെ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട്, അതും പൂട്ടി, അടപടല മൂഞ്ചി. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കേസിൽ കൂടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, SIT വെച്ചിട്ടുണ്ട്. ആ കേസ് വീണ ജോർജ് എന്ന് പറയുന്ന വാഴ്ത്തുപാട്ടുകാരി പിണറായി വിജയൻ്റെ, ആ പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ടുകാരിയുടെ പിടലി ഉളുക്കി പിണറായി വിജയനെ ഈ പറയുന്ന വീണ ജോർജിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസുണ്ടല്ലോ. ആ കേസ് ഒന്നുകൂടി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇത്രയും ദിവസം ആ വിദ്യാർത്ഥികളെ, ആ KSUവിൻ്റെ പ്രവർത്തകരെ വലിയ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ശ്രമം. അത് പക്ഷേ കോടതിയിലെത്തിയപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ഇതിന് പിന്നിൽ എന്തായിരുന്നു ഗൂഢാലോചന എന്ന് അന്വേഷിക്കാൻ വാഴ്ത്തുപാട്ടുകാരിയുടെ കേസും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി അന്വേഷിക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ തൻ്റെ കേസിൽ ഒരു വേഗതയുണ്ടാകണമെന്നും അതോടൊപ്പം റിനി ആൻ ജോർജിനെതിരെ ഒരു പരാതിയും, റിനി ആൻ ജോർജാണല്ലോ ഇത് തുടക്കം കുറിച്ചത്. അപ്പോൾ ഒടുക്കവും റിനി ആൻ ജോർജിൽ തന്നെ ആവട്ടെ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വാദമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പൂട്ടും 8 നിലയിൽ പൂട്ടും എന്ന് രാഹുൽ 24-ൽ ഹാഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂട്ടുമെന്ന്. ആ പൂട്ടലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, പണം വാങ്ങിയിട്ട് ദേശാഭിമാനിയിലെ മുൻ ജീവനക്കാരനായ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു റിനി ആൻ ജോർജ്. റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തേടിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഫേസ്ബുക്കിലൂടെ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പിന്നീട് ഫേസ്ബുക്ക് മതിയാവില്ല നമുക്ക്, ടെലഗ്രാം സീക്രട്ട് ചാറ്റിലേക്ക് വാ എന്ന് പറഞ്ഞ് ടെലഗ്രാമിൽ വിളിച്ചു കൊണ്ടുപോയി അല്ലേ? പിന്നീട് ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്താ പറയേണ്ടത്, ആദ്യ കൂടിക്കാഴ്ച തന്നെ ബാഡ് ഇംപ്രഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് വന്ന് പോലീസുകാർ പരാതിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പരാതി ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ നെറികെട്ട നാണംകെട്ട വൃത്തികെട്ട കളികളും കളിച്ച് എന്നാൽ ഒരു കെട്ടിലമ്മ ശീലാവധി ചമഞ്ഞ് കേരളത്തിൻ്റെ മുന്നിൽ ഇറങ്ങി നിന്ന് മാംസവിൽപ്പനക്കിറങ്ങിയതായിരുന്നു. അങ്ങനെ ആളുകളെ വെറുതെ വിടാൻ പറ്റൂലല്ലോ അല്ലേ? അത്രക്കാരെ പൂട്ടണമല്ലോ, കൃത്യമായിട്ട് പൂട്ടണ്ടേ? അപ്പോൾ ആ പൂട്ടലാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലേ? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കാണാനൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ ഇടക്കിടക്ക് പൊന്തും, ആരെങ്കിലും 2 വയറ് നിറച്ച് വായിൽ നല്ല പച്ചത്തെറിയാണ് കേൾക്കുന്നത്. ആ കേട്ടിട്ട് തിരിച്ചു പോക്കായിരുന്നു പണി. ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ എവിടെയാണുള്ളത് എന്താണുള്ളത് എന്നറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർത്തി മാധ്യമങ്ങളിലൂടെ വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉയർത്തിയ ശേഷം പിന്നീട് അങ്ങോട്ട് മാംസവിൽപ്പനയായിരുന്നു അല്ലേ? താഴെയും മേലെയും എത്താത്ത തരത്തിലുള്ള കുറേ തുണിക്കഷ്ണങ്ങളും ഏച്ചുകെട്ടി വലിച്ചു കെട്ടി കെട്ടിയതിൽ 3/4% ഭാഗങ്ങളും പുറത്ത്, പകുതി ഭാഗങ്ങളിൽ 1/4% ഭാഗങ്ങൾ ഈ വസ്ത്രങ്ങൾക്കടിയിൽ, ബാക്കിയെല്ലാം പുറത്ത് ഒക്കെ കാണിച്ച് മാംസവിൽപ്പന വളരെ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ പച്ചതുണ വിളിച്ചു പറഞ്ഞത് തനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അവകാശവാദം താൻ എന്താ പറയേണ്ടത്, നായികയാണ്, സിനിമാ നായികയാണ്, നടിയാണ്, മാധ്യമപ്രവർത്തകയാണ്, മോഡലാണ്, പിന്നെ അങ്ങനെ കുറേ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേരളം ഒന്നടങ്കം ചോദിച്ച് ഇപ്പോൾ ഏത് സിനിമയിലാന്നുള്ളത് മാത്രമാണ് പിടുത്തം കിട്ടാത്തത്. അപ്പോൾ അതിനും പിന്നെ റിനി ആൻ ജോർജ് തന്നെ മറുപടിയും പറഞ്ഞിട്ടോ, ഇൻ്റർനാഷണൽ സിനിമയാണ്, ചിലപ്പോൾ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഏത്
വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ ഫിലിമിലാണ് അഭിനയിച്ചത് എന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും റിനിയാൻ ജോർജിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. ഒന്ന് പണമായിരുന്നു. ആ പണം ലഭിച്ചു. രാഹുലിനെതിരെ കുരക്കാൻ പണമായിരുന്നു ലക്ഷ്യം. ആ കുരച്ചു, പണം വാങ്ങി, അത് തിന്നു. പിന്നെ കുറേ ഒക്കെ മറ്റുള്ള സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അത് കിട്ടി. രണ്ടാമത്തത്, രാഹുലാണ് അപ്പുറത്ത് നിൽക്കുന്നത്. തനിക്കൊരു റീച്ച് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ റീച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് ഊമ്പിത്തൊലഞ്ഞു എന്നുള്ളതല്ലാതെ റീച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും രാഹുൽ ഒരു കൗണ്ടർ പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു പരാതി തിരിച്ച് രാഹുലും കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് ഇമെയിൽ വരുന്ന പരിപാടിയല്ല ഇത്. മന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ ഒന്ന് ഉഷാറാവട്ടെ, ഒന്നുകൂടി ചർച്ചകളൊക്കെ തുടങ്ങട്ടെ. ഞാനും അതാ പറയുന്നത്, ചർച്ചകൾ ഒന്നുകൂടി കൊഴുപ്പിക്കണം, ഒന്നുകൂടി ചർച്ചകൾ ഉഷാറാവണം അല്ലേ. മറ്റേ 24 മണിക്കൂർ രാഹുൽ മാങ്കൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തേ രാഹുൽ മാങ്കൂട്ടില്ലാത്ത? ഈ പറയുന്ന പരാതി കൊടുത്തവർക്കൊക്കെ നീതി കിട്ടിയോ? പിണറായി വിജയൻ നീതി വാങ്ങി അണ്ണാക്കിൽ തള്ളി കൊടുത്തിട്ടാണോ പോയത്? അതുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടം ചർച്ചകളില്ലാത്തത്? ചർച്ചകൾ ഉണ്ടാവട്ടെ, ചർച്ചകൾ ഇനി ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടായേ പറ്റൂ.